ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഇനി കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ക്യാരറ്റ് ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഈന്തപ്പഴം കുരു കളഞ്ഞ ഒരു ബൗള് അതും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ ഒരു കാരമലൈസ് മുഴുവൻ വറ്റി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ലോണം പതഞ്ഞ് വരുമ്പോഴേക്കും 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ ബാറ്ററിലേക്ക് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1 സ്പൂൺ പട്ട പൊടിച്ചതും ചേർത്ത് നല്ലോണം അരിച്ച് ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും ഡേറ്റ്സും ഉള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കളറിന് വേണ്ടി ഒരു ഇത്തിരി കാരമൽ സിറപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ, അതും കൂടി യൂസ് ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം. ഞാനിവിടെ മുന്തിരി അണ്ടോ ചേർത്തത്. എന്നിട്ട് നല്ലോണം മിക്സ് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊരു മോൾഡിലേക്ക് ഒഴിച്ച് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് ഓവനിൽ 170 ഡിഗ്രിയിൽ ഒരു 3/4 മണിക്കൂറോളം ബേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാഷ്യൂസ് എല്ലാം മേളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റ്ഫുൾ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.